കോളേജിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ചടങ്ങുമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് കേരളമുള്ള നമ്മുടെ നാടിനെ ലോകത്തിലെ നടക്കുന്ന ഒരുപാട് വികസന പദ്ധതികളുണ്ട്. നമ്മുടെ എല്ലാ അഭിമാനം ശക്തമായി നേതൃത്വം കൊടുക്കുന്ന ആദരണീയനായ മുഖ്യമന്ത്രി ഈ നാടിന്റെ ഈ ചടങ്ങിന്റെ ഔപചാരികമായി നമ്മുടെ എല്ലാ പപ്പേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആധുനിക കാഴ്ചപ്പാട് നമ്മളെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ കണ്ണൂരിന്റെ മേയർ ശ്രീ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ ശ്രീ മുസ്ലിം അഫീഷ്യൽ കൗൺസിൽ അംഗവുമായ ശ്രീമതി എൻ സുധന ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ നമ്മുടെ വാർഡ് കൗൺസിലർമാരായ ശ്രീ കുട്ടിരി രാജേഷ്, ശ്രീ ധന്യമായ പാരമ്പര്യവുമായി ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വനിതാ കലാലയം എന്ന നിലയിൽ അറിയപ്പെട്ടുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരുപാട് ഉത്തമ മാതൃകകൾ സൃഷ്ടിച്ച കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് അതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ 3.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആധുനിക സജ്ജീകരണങ്ങളെല്ലാമുള്ള ഈ ഓഡിറ്റോറിയം സുവർണ ജൂബിലിയുടെ അടയാളമായി സമർപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും നിങ്ങളോടൊപ്പം ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. 13 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുകയാണ്. അക്കാദമിക് ബ്ലോക്ക്, ക്യാൻറ്റീൻ കം സെമിനാർ കോംപ്ലക്സ്, ലൈബ്രറി ബ്ലോക്ക് എന്നിവ ചേരുന്ന കിഫ്ബി പദ്ധതി പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിച്ച് നമുക്ക് വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ബഹുമാന്യനായ MLA അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചു ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നു. അതുപോലെ NSSന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ശാഖനീയമായ പ്രവർത്തനങ്ങൾ തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഈ കലാലയം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിനെ മുൻനിർത്തി ഏറ്റവും ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഏവർക്കും അർപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ നാഷണൽ സർവീസ് സ്കീം എന്ന സംഘടന ചുഴൽമലയിലെ ദുരന്തത്തിൽ വീടും സർവസ്വവും നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാരായിട്ടുള്ള സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി വീട് പണിത് നൽകുമെന്ന പ്രഖ്യാപനം ഏറ്റവും ആദ്യം നടത്തിയ സംഘടനയാണ്. 100 വീടുകൾ പണിയുന്നതിന് 10 കോടി രൂപ തിരിച്ചു നൽകുമെന്നാണ് അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ ഗഡു 4.5 കോടി രൂപ ഇന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഈ വേദിയിൽ വെച്ച് കൈമാറുകയാണ്. ആ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലെങ്കിൽ വിശ്വപ്രവർത്തകരുടെ പേരിലാണ് ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നത്. അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മനസ്സിലാക്കുവാനും ഇടവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ചൊന്നും വിസ്തരിച്ച് പറയുന്നില്ല. പക്ഷേ ലണ്ടനിൽ വെച്ച് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തെരുവിലുള്ള പോരാട്ടങ്ങൾ
അറിയുന്നതാണ്, അല്ലെങ്കിൽ നാം അറിയേണ്ടതാണ്. അതുപോലെ തന്നെ യുവങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രഭാഷണങ്ങൾ ഇന്ത്യക്ക് അതിനെക്കുറിച്ച് നാം ബോധവാന്മാർ ആകേണ്ടിയിരിക്കുന്നു. എല്ലാ നിലയിലും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ കോളേജാണ് മനസ്സിലാക്കുന്നത്. ആ സ്ഥാപനത്തിൽ സുവർണജൂബിലി വിവിധ പരിപാടികളിലൂടെ ആഘോഷിക്കുകയും ആചരിക്കുകയും ഇതിന്റെ ഭാഗമായിട്ടുള്ള കോളേജ് ഓഡിറ്റോറിയം 3.7 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഉൾപ്പെടെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥി സമൂഹത്തിന്റെ സംസ്ഥാന നേതൃത്വ സർവീസ് സ്കീം 2ാം ഘട്ടമായി സമാഹരിച്ച വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി സഹായങ്ങൾ നൽകുന്ന പ്രസംഗത്തിന് മുതിരുന്നില്ല. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അഭിമാനവും നിറഞ്ഞ നിമിഷമാണ്. കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിരവധി വർഷക്കാലം ഈ വിദ്യാലയത്തിനകത്ത് പഠിച്ച് നാടിന്റെ വ്യത്യസ്ത മേഖലയിലെത്തിയ നിരവധി ആളുകളടക്കമുണ്ട്. ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ സുവർണ ജൂബിലി ആഘോഷത്തിനെ കാണുന്നത്.